ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 1, ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നത്, ശൗൽ രാജാവായപ്പോൾ 30 വയസ്സായിരുന്നു. അവൻ ഇസ്രായേൽ 2 സംവത്സരം വാണു. യഥാർത്ഥത്തിൽ 40 വർഷം ശൗലിനെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാണ്. പക്ഷേ അത് 2 വർഷം കൊണ്ട് ആ രാജ്യത്ത് അവസാനിക്കുന്നതാണ് കാണുന്നത്. അതിനുള്ള സംഭവം താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധമുണ്ടാകുന്നു. യോനാഥാൻ ഗേബയിലുണ്ടായിരുന്ന ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നു. അതുപോലെ ശൗല് ഇവരെ തോൽപ്പിക്കുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഫെലിസ്ത്യർ നല്ല പവർഫുൾ ആയിട്ടുള്ള ആളുകളാണല്ലോ. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ 30,000 രഥവും 6,000 കുതിരച്ചേവരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒന്നിച്ചുകൂടി അവർ വന്ന് പാളയമിറങ്ങുകയും ചെയ്തു. ഇത് എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും. അപ്പം ഇവിടെ ഈ ശൗലിനെ വിട്ട് കുറേ ജനമൊക്കെ അങ്ങ് പോയി. അപ്പോൾ കൂടെ പലരും ഇല്ല. ജനമെല്ലാം പേടിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു. അപ്പം ശൗലിൻ്റെ പിന്നാലെ അങ്ങനെയും കുറച്ച് പേര് വരുന്നുണ്ട്. ഇവിടെ വേറൊരു സംഭവം അവിടെ വായിക്കുന്നത്, ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച്, അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്ന ശമൂവേൽ വരുന്നതിന് 7 ദിവസം ശൗല് കാത്തിരുന്നു. അപ്പോൾ ഈ 7 ദിവസത്തിനകത്ത് ഉള്ളിൽ ശമൂവേൽ പ്രവാചകൻ വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ശൗല് പറഞ്ഞു, സമാധാനയാഗവും ഹോമയാഗവും ഒക്കെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഈ ശൗല് ഹോമയാഗം കഴിച്ചു. ഒരിക്കലും ശമൂലിന് അത് ചെയ്യാൻ അധികാരമില്ല, അവകാശമില്ല, യോഗ്യതയില്ല. കാരണം അത് ലേവ്യർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അഹരോന്യ പുരോഹിതം ചെയ്യേണ്ടതാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ശമൂവേൽ പ്രവാചകൻ വരികയും, നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേലിനോട് ചോദിച്ചു. ശൗലിനോട് ചോദിച്ചു. ശൗല് മറുപടി പറഞ്ഞത്, ജനം എന്നെ വിട്ട് ചിതറുന്നുവെന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നുവെന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശൗലിനോട് ശമൂവേൽ പറഞ്ഞത്, നീ ഭോഷത്വമാണ് ചെയ്തത്. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. കേട്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 40 വർഷവും പിന്നെ ആ ശൗലിൻ്റെ മക്കൾ തന്നെ രാജാവായി വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം സ്ഥിരമായി നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിന് നീ പ്രമാണിക്കായികൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിക്കും. അപ്പം നിന്നെ തള്ളിക്കളയുകയാണ് ദൈവം. നിന്നെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരു പുരുഷനെ അന്വേഷിക്കുകയാണ് ഇസ്രായേലിന് രാജാവായിട്ട്. നിന്റെ കുലത്തിനെ, അല്ലെങ്കിൽ നിന്നെ തലമുറയായി രാജാസനത്തിൽ ഇരിക്കാൻ നിനക്കിടയാകുമായിരുന്നു. പക്ഷേ നീ നിന്നോടുകൂടി തന്നെ അത് അവസാനിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ ശൗലിൻ്റെ കൂടെയുള്ള ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ആയുധമുള്ളത് ഈ യോനാഥാൻ്റെ കയ്യിലും ശൗലിൻ്റെ കയ്യിലുമാണ്. കാരണം അവർ ഈ ആയുധങ്ങളൊന്നും കൂർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം, ഇത് ഈ ഫെലിസ്ത്യർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യർ ഇവർക്ക് എന്തെങ്കിലും കൂർപ്പിക്കുകയൊക്കെ വേണമെങ്കിൽ ഫെലിസ്ത്യരുടെ അടുത്ത് പോകണം. അപ്പോൾ അത് വാളൊന്നും കൊണ്ടുപോകാനൊക്കില്ല. കുന്തവും ഒക്കെ കൊണ്ടുപോയാൽ അവരത് അവിടെ മേടിച്ച് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ കൊഴു, കലപ്പ, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ കൊണ്ടു ചെല്ലാം. അവിടെ കുഴപ്പമില്ല, അതൊക്കെ കൃഷിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കുള്ളതാണല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ആയുധങ്ങളൊന്നും കൊണ്ടുപോയി കൂർപ്പിക്കാനൊക്കത്തില്ല. അങ്ങനെ ആയിരുന്നു അവിടുത്തെ ഫെലിസ്ത്യർ ചെയ്തു വെച്ച. ഫെലിസ്ത്യരാണല്ലോ ഇപ്പോൾ ആ ദേശം ഭരിക്കുന്ന ഫെലിസ്ത്യരാണ്. അതുകൊണ്ടാണ് നേരത്തെ വായിച്ചത്, അവർ ദേശം ഭരിക്കുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ നാറ്റിച്ചു എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. ആകെ ആയുധമുണ്ടായിരുന്നത് വാളും കുന്തവും ഒക്കെ ഉണ്ടായിരുന്നത് ശൗലിനും അദ്ദേഹത്തിൻ്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെലിസ്ത്യരാണെങ്കിലോ, ഫെലിസ്ത്യ പട്ടാളം മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ട് വരികയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവർ മിക്മാസിലെ ചുരം വരെ അവർ ഈ ആയിരക്കണക്കിന് ആളുകളുടെ പട അവിടെ എത്തിച്ചേരുകയും ചെയ്തു.
രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 56, 57 അധ്യായങ്ങൾ. 86-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശബത്തിനെ സംബന്ധിച്ചും ദേവാലയത്തെ സംബന്ധിച്ചുമാണ്. അതിൽ ആദ്യം കാണുന്നത് ശബത്തിനെ എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇതൊക്കെ മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ദൈവത്തോട് ചേർന്ന് വന്നൊരു അന്യജാതിക്കാരനുണ്ടെങ്കിൽ ആ അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. അപ്പം ഇസ്രായേലിനല്ലാത്ത ഒരു ജാതീയനായ ഒരുവൻ ഈ ദൈവത്തെ അന്വേഷിച്ച് ദൈവമാണെന്ന് മനസ്സിലാക്കി വന്നിട്ട് അവനൊരിക്കലും യഹോവ എന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റും എന്ന് പറയരുത്. അതുപോലെ ഷണ്ടനും പറയരുത്. ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് ഷണ്ടനും പറയരുത്. ഷണ്ടന് ദേവാലയത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ല. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ജ്ഞാപകവും നാമവും കൊടുക്കുമെന്നാണ്. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നിയമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ഷണ്ടന്മാരെ സംബന്ധിച്ചും അവിടെ പ്രത്യാശിക വകയുള്ള വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ അന്യജാതിക്കാരോട് പറയുന്നത് യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ഇരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളിലും ഹനനയാഗങ്ങളിലും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം. കണ്ടോ, സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് യേശുക്രിസ്തു കോട്ട് ചെയ്യുന്നുണ്ട് ഈ വാക്യം. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കച്ചവടത്തിന് വന്നിരിക്കുന്ന പ്രാവിനെയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന പൊന്നാണയത്തിനെ കച്ചവടം നടത്തുന്ന ആളുകളെയൊക്കെ അവിടുന്ന് അവരുടെ ഈ മേശകളൊക്കെയും തള്ളിക്കളഞ്ഞ് താഴെ മറിച്ചിട്ട് ചാട്ടവാറെടുത്ത് അവിടെ അഴിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ യേശുക്രിസ്തു കോട്ട് ചെയ്യുന്നത് ഈ യെശയ്യാ-പ്രവാചകന്റെ 56-ാം അധ്യായത്തിലെ ഈ വാക്യമാണ്. 87-ാം അധ്യായം. ഇവിടെ ദൈവത്തെ വിട്ട് മാറി നടക്കുന്ന മറ്റ് അന്യജാതികളെയും അന്യ വിഗ്രഹങ്ങളെയും മരത്തെയും ഒക്കെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കരുവേലങ്ങൾക്കരികത്തും ഓരോ പച്ചമരത്തിന് കീഴിലും ജ്വലിച്ച് പാറപ്പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അർക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന യാഗമാണ്. ദൈവത്തിന് അർപ്പിക്കുന്ന മനുഷ്യബലിയാണ്. തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അത് തന്നെ നിന്റെ ഓഹരി. അതിനെല്ലാം നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കല്ല്, മണ്ണ്, മരം ഇതൊക്കെയാണ് അവരുടെ ആരാധനാമൂർത്തികൾ. ഇതിനെയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് തോട്ടിലിറങ്ങുന്ന ഏറ്റവും നല്ലൊരു മിനുസമുള്ള കല്ലെടുത്ത് വെച്ചിട്ട് അതിനെ ദൈവമായിട്ട് കാണുന്നു. എന്നിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞ് ആളുകളെ കൂട്ടി അതിനെ ആരാധിക്കുന്നു. പിന്നെ അതിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ പോലെയുള്ള യാഗങ്ങളൊക്കെയും ചെയ്യുന്നു. അവരോടാണ് ഇപ്പോൾ ദൈവം ഈ 57-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. അവിടെ ദൈവം ചോദിക്കുന്നുണ്ട്, ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ എന്നാണ്. ക്ഷമിച്ചിരിക്കുകയില്ല, മറിച്ച് ദൈവം എന്ത് ചെയ്യും? താഴോട്ട് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ അവിടെ ഞാനിത് കണ്ടിട്ട് അടങ്ങിയിരിക്കുകയില്ല, ക്ഷമിച്ചിരിക്കുകയില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ കൃത്യമായ ശിക്ഷ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും. പിന്നെ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പോൾ എങ്ങനെയാണ് ദൈവം ആരോടുകൂടിയാണ് വസിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഞാൻ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുന്നു.
ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അപ്പോൾ ദൈവം തന്നെ പറയാണ്, ഞാൻ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, എല്ലാ സമയവും കോപിക്കുകയുമില്ല. എപ്പോഴും വാദിക്കുകയോ എല്ലായ്പ്പോഴും കോപിക്കുകയോ ചെയ്യുകയില്ല. അപ്പം അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദൈവം ഒരു ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് പലപ്പോഴും പ്രവാചകന്മാരെ വിട്ട് പലപ്പോഴായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ദൈവം ആ ശിക്ഷ കൃത്യമായി അയക്കുക തന്നെ ചെയ്യും. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ അധ്യായം സമാപിക്കുന്നത്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് നമ്മൾ ഇത് വായിച്ച് ദൈവം പറയുന്ന വാക്യം കേൾക്കുമ്പോൾ, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ദുഷ്ടന്മാരൊക്കെ വലിയ പന പോലെ തളച്ച് വളരുന്നത് കാണാം. അപ്പം നമുക്ക് ഈ വാക്യത്തെ ശരിയല്ലല്ലോ. ദുഷ്ടന്മാരൊക്കെയാണല്ലോ ഇവിടെ പണക്കാരും ധനവാന്മാരും അധികാരികളെ നോക്കിയാലും അതല്ലേ, രാജ്യത്തിൻ്റെ അധികാരികളെ നോക്കിയാൽ ഭയങ്കര ദുഷ്ടന്മാരല്ലേ. അത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സമ്പത്ത് വെച്ചിരിക്കുന്ന അദാനി അടക്കമുള്ള ആൾക്കാരെങ്ങനെയാണ്, അവർ എത്രത്തോളം ചൂഷണം ചെയ്തിട്ടാണ് അതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ സഹായിക്കാനാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ നമ്മൾ, പക്ഷേ ഒന്ന് ഓർക്കണം, ഹിറ്റ്ലർ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ യഹൂദ ജനത്തെ ദ്രോഹിച്ച ഹിറ്റ്ലർ ലോകത്തെ ഏറ്റവും വലിയ അധികാരിയായിരുന്നു, ലോകത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. എന്ത് പറ്റി അവസാനം? ഒരു യുദ്ധത്തിൽ വെടികൊണ്ട് മരിക്കാൻ ഒരു ഇടയായില്ല, ഒരു വീരചരമം പ്രാപിക്കാൻ പോലും ഇടയാകാതെ വണ്ണം സ്വയം ആത്മഹത്യ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അയാളുടെ ജീവിതത്തിൽ കിടക്കും. അതായത് ഭീരുവാണല്ലോ എപ്പോഴും ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ഒരു ഭീരുവായിരുന്നു ഞാനൊരു ഭീരുവായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഹിറ്റ്ലർ. അതുപോലെ എന്തുമാത്രം ആൾക്കാർ, നമുക്ക് ആരെ നോക്കിയാലും മനസ്സിലാവും അവരുടെയൊക്കെ ജീവിതം ഒരു തരത്തിലും സമാധാനമില്ലാത്തതായിരുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനം ലഭിക്കുകയില്ല. ദുഷ്ടന്മാരെ ദൈവം കൈകാര്യം ചെയ്യേണ്ടടുത്ത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. അവരെല്ലാവരും വഴുവഴുപ്പിലാണ് നിൽക്കുന്നത് എന്നും വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ വായനാഭാഗം വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ. ഈ 21, 22 അധ്യായം തന്നെ ഈ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളാണ്. നമുക്കിനി അധ്യായത്തിലേക്ക് വരാം. ഇവിടെ ആദ്യം കാണുന്നത് ആ കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന പരിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഇറങ്ങി കണ്ടു എന്നൊക്കെ പറയുന്നത്, ഇവിടെ യോഹന്നാൻ കാഴ്ച കാണുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അങ്ങനെയാകാം, ചിലപ്പോൾ അങ്ങനെ ആകത്തില്ല. അപ്പോൾ എന്തായാലും ഈ കാഴ്ചയ്ക്ക് ഒക്കെയും വേറെ അർത്ഥങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഇത് അതിനുള്ളൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ തന്നെ മാത്രമായിരിക്കും. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ മനുഷ്യൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം തന്നെ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കേട്ടോ, പിന്നെ സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, മുറവിളിയില്ല, ഇതൊന്നുമില്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി മരണവും ഉണ്ടാകില്ല. അപ്പം പലപ്പോഴും മരണം കൊണ്ട് ദുഃഖം വരുമല്ലോ, മരണം കൊണ്ടുള്ള ദുഃഖവുമില്ല. അപ്പം നിത്യജീവൻ പ്രാപിച്ചവർക്ക് മാത്രമേ മരണമില്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിത്യജീവൻ പ്രാപിച്ചവരുടെ ഒരു കൂട്ടമാണ് ഇവിടെ മരണമുണ്ടാകാതിരിക്കുന്നവരുടെ ജനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല, കഷ്ടതയുണ്ടാകുകയില്ല. ഇതാണ് ബൈബിളിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നിത്യജീവൻ പ്രാപിക്കും എന്നൊക്കെയും പറയുമ്പോൾ നിത്യജീവൻ പ്രാപിച്ചിട്ട് എന്ത് കാര്യമാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ. ആ നിത്യജീവൻ പ്രാപിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം, മഹാസന്തോഷം എന്ന് പറയുന്നത് സങ്കടങ്ങളില്ല, പ്രയാസങ്ങളില്ല, അസൂയയില്ല, ഒരു സംഗതി ഉള്ളപ്പോൾ എനിക്കതില്ല എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാ സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രം. അങ്ങനെ ഒരു ലോകം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ആദമിൻ്റെ കാലം മുതൽ ഇന്ന് വരെയും മനുഷ്യൻ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്ന, ക്രിസ്തുവിനോടും ദൈവത്തോടും കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കാലത്തെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നുണ്ട്. ഇതാണ് ബൈബിളിൻ്റെ ഉദ്ദേശം. ഇതിലേക്കാണ് ബൈബിൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് ലോകത്ത് മറ്റൊരു പുസ്തകത്തിൽ ഉണ്ടാകുകയില്ല, ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ജനത്തോട് പറയാൻ കഴിയേണ്ട
ബൈബിളിൻ്റെ കാതലായ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് അവിടെ ഒരു നേരത്തെ പറഞ്ഞ നഗരവും ആ നഗരത്തിന് അളവെടുക്കുന്ന അളവിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നീളവും വീതിയും, അതിൽ പിന്നെ രത്നം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സൂര്യകാന്തം, ധീരരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പ് കല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം എന്നീ 12 കല്ലുകളാൽ അലങ്കരിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ നിന്ന് വായിക്കണം. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ പന്ദിരമാകുന്നു. അപ്പോൾ അതാണ് മന്ദിരം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ പോലും അവിടെ പ്രകാശമുണ്ട്. ദൈവതേജസ്സ് അതിനെ പ്രകാശിപ്പിച്ചു. ഇനി സൂര്യനും ചന്ദ്രനും മാറിപ്പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സൂര്യൻ ഇല്ലെങ്കിൽ വെട്ടമില്ലല്ലോ, നമുക്കതാണല്ലോ നമ്മുടെ അറിവ്. അപ്പോൾ സൂര്യനില്ലാത്തൊരു കാലം വന്നാൽ പോലും അവിടെ വെട്ടമില്ലാത്തൊരവസ്ഥ വരുന്നില്ല. അവിടെ വെളിച്ചമുണ്ടാകും. അതിന് കാരണം ദൈവവും ദൈവത്തിൻ്റെ തേജസ്സും കുഞ്ഞാടും ആണ് അതിൻ്റെ കാരണം. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവവസ്തുവിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയില്ല. അതിനകത്ത് ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ അശുദ്ധമായത് യാതൊന്നും ഉണ്ടാകുകയില്ല. മ്ലേച്ഛതയും ഭോഷ്കും കൊള്ളരുതായ്മയും പാപവും ചെയ്യുന്നവരാരും ആ കൂട്ടത്തിലും കാണുകയുമില്ല. അത് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഈ പറഞ്ഞ നഗരത്തിൻ്റെ വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. കാഴ്ചയാണ്. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനെക്കുറിച്ച് അറിയിക്കുന്നത്. അവൻ്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ ആവശ്യമോ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ പറയുന്നത് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർ കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിൽ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം നമ്മൾ ആദ്യം ഇത് വായിക്കുമ്പോൾ, അതായത് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, ഇത് വായിച്ച് കേൾക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഇത് കേട്ട് അനുസരിക്കുന്നവൻ ഒക്കെയും അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നമ്മൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ട് യോഹന്നാൻ എഴുതുകയാണ്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. യോഹന്നാൻ തന്നെ പറഞ്ഞു, ഞാനിത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽ കീഴിൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ വചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ, അത് മുദ്രയിടണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? മുദ്രയിട്ട് കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്ക് ഉള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ. അപ്പം ഇവിടെ മുദ്രയിട്ട് കഴിഞ്ഞാൽ പിന്നെ അനീതി ചെയ്യുന്നവന് അനീതി വിട്ടു വരാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. നീതിമാന് വീണ്ടും ചിലപ്പോൾ അനീതിയിലേക്ക് പോകാനിട വരും. അപ്പം തൽക്കാലം അത് മുദ്രയിടണ്ട എന്നാണ് അവിടെ പറയുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമവനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഈ ഉദയ നക്ഷത്രം എന്ന വാക്ക്, അത് മോർണിംഗ് സ്റ്റാർ എന്നാണ് വാക്ക്. ഇത് നമ്മൾ എസ്കേൽ പ്രവചനത്തിലും അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലും ഒക്കെ നേരത്തെ നമ്മൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉദയ നക്ഷത്രം എന്ന് പറയുന്നതിനെയാണ് ലൂസിഫർ എന്ന് പറയുന്ന വാക്ക്. അത് ലാറ്റിൻ വാക്കാണ് ലൂസിഫർ.
മോർണിംഗ് സ്റ്റാർ എന്ന് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ശുക്രൻ എന്ന് പറയും. അപ്പോൾ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഉദയ നക്ഷത്രം എന്ന് പറയുന്ന ശുക്രൻ എന്ന് പറയുന്ന വാക്കുകളുടെയൊക്കെയും മറ്റൊരു ഭാഷയിലെ, അതായത് ലത്തീൻ ഭാഷയിലെ പേര് മാത്രമാണ് ലൂസിഫർ. ഒരിക്കലും ലൂസിഫർ എന്ന് പറഞ്ഞാൽ സാത്താനാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് ഈ ഉദയ നക്ഷത്രത്തിന്, മോർണിംഗ് സ്റ്റാറിന് ലത്തീൻ ഭാഷയിലുള്ള ഒരു പേര് മാത്രമാണ്. ലോകം മുഴുവൻ തെറ്റായി കിടക്കുന്ന മറ്റൊരു കാര്യമാണിത്. പിശാചാണ് അല്ലെങ്കിൽ സാത്താനാണ് ഈ ലൂസിഫർ എന്ന് ഉള്ള വിശ്വാസം. അത് എപ്പോഴോ ആരോ പഠിപ്പിച്ചു വിട്ടു. അത് ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നു. സത്യത്തിൽ നിന്ന് അകന്നു നടക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കി മടങ്ങി വരുവാനാണ് ബൈബിൾ നമ്മളോട് പറയും. ഇന്നും അതാണ് നമ്മളോട് പറയുന്നത്. ഈ തെറ്റിനെ തിരുത്തണം എന്നുള്ളതാണ്. എന്നിട്ട് വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ വിശുദ്ധത്തിനും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ ഇത് മുദ്രയിട്ട അല്ലെങ്കിൽ എഴുതി വെച്ച് തീർത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്ന് ഒരാശയം, ഈ പുസ്തകത്തിലല്ലാത്ത ആശയം, ഇപ്പോൾ ലൂസിഫറിൻ്റെ ആശയം തന്നെ, അത് അല്ലാത്ത ഒരാശയം നമ്മൾ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ, അപ്പോൾ അതാണല്ലോ എൻ്റെ വിഷയം, അത് ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പഠിപ്പിക്കലും അങ്ങനെ ഒരു എഴുത്തും മറ്റു മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ആ തെറ്റിക്കുന്നവനും തെറ്റുന്നവനും എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലുമുള്ള അവൻ്റെ അംശം നീക്കിക്കളയും. ബാധകളെ ദൈവം അവന് വരുത്തും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സത്യത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അത് ബൈബിളിൻ്റെ അവസാനത്തിൽ തന്നെ അത് എഴുതി അവസാനിപ്പിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റുതിരുത്താനുള്ളൊരു ആഹ്വാനം, സത്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം, വചനം എന്താണ് എഴുതിയിരിക്കുന്നത് അത് തന്നെ മനസ്സിലാക്കുവാനുള്ള ആഹ്വാനം ഒക്കെയും തന്നുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ്. എന്നിട്ട് അവസാനം, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു, ആമീൻ, കർത്താവായ യേശുവേ വരണമേ. അത് യോഹന്നാൻ്റേതായ വാക്കായിട്ട് യോഹന്നാൻ എഴുതുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് കണ്ടതെല്ലാം കണ്ട കാഴ്ചകളാണെങ്കിൽ ഇവിടെ യോഹന്നാൻ തന്നെ എഴുതുകയാണ്. ഇത് സാക്ഷീകരിക്കുന്നവൻ, ഞാൻ യോഹന്നാൻ, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഓക്കെ, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആമേൻ, കർത്താവ് യേശു വരണമേ എന്ന് യോഹന്നാനും പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ, നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് ആശംസ വാക്കുകൾ കോടെ അവസാനിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 3 വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തോടെയാണ് നാളെ തുടങ്ങുന്നത്. ആർക്കെങ്കിലും, നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഈ ബൈബിൾ റീഡിംഗ് പ്ലാനർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ കൊണ്ട് എത്തിച്ചു കൊടുക്കാം. അതിലൂടെ അവർ നാളെ മുതൽ ഈ പുതിയ വായനാഭാഗം തുടങ്ങട്ടെ. മത്തായിയുടെ സുവിശേഷം മുതൽ, അതായത് പുതിയ നിയമം ആരംഭം മുതൽ അത് വായിക്കുവാനും കേൾക്കുവാനും ഇടയാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഇതിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. ദൈവം സഹായിക്കട്ടെ.